സംസ്ഥാനത്ത് 101 സ്കൂളുകൾ ലഹരി ഉപയോഗ സാധ്യത ഹോട്ട്സ്പോട്ടുകൾ എന്നുള്ള കണ്ടെത്തലാണ്. ഇത്തരം സ്കൂളുകളിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നിരീക്ഷണം ശക്തമാക്കി. സ്കൂൾ പരിസരത്ത് മഫ്തിയിലും യൂണിഫോമിലും എക്സൈസ് സാന്നിധ്യം ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ സൗഹൃദവും സ്കൂളിന് പുറത്തെ സഞ്ചാരവും പരിശോധിക്കും. സ്കൂളുകളുടെ വിശദാംശങ്ങൾ റേഞ്ച് അടിസ്ഥാനത്തിൽ ശേഖരിക്കാനും എക്സൈസ് കമ്മീഷണർ നിർദ്ദേശം നൽകി. സുനിഷായല്ലൂർ നമുക്കൊപ്പം. സുനിഷായല്ലൂർ, 101 ഇടങ്ങൾ ലഹരിമരുന്ന് ഉപയോഗത്തിന് സാധ്യതയുള്ളവയായി കണ്ടെത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഈ ലഹരിയുടെ പിടിയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മോചിപ്പിക്കാൻ ഈ സ്ഥലങ്ങളിൽ കോമ്പിംഗ് ഓപ്പറേഷൻസ് എക്സൈസ് നടത്തുക? സുജയ, പുതിയ അധ്യയന വർഷം വരുമ്പോൾ തന്നെ ഏറ്റവും പുതിയ മാറ്റം എന്ന് പറയുന്നത് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ അത് സജീവമാക്കുക എന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് എക്സൈസ് വകുപ്പ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ലഹരി ഉപയോഗ സാധ്യതയുള്ള സ്കൂളുകളെ കുറിച്ചൊരു പഠനം നടത്തിയിരുന്നു. ഈ പഠനത്തിലാണ് 101 സ്കൂളുകൾ ഇത്തരത്തിൽ ഹോട്ട്സ്പോട്ടുകളായി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഇങ്ങനെ ഹോട്ട്സ്പോട്ടിൽ ഉള്ളത് എന്നതാണ്. 21ഓളം സ്കൂളുകൾ ഈ ഹോട്ട്സ്പോട്ടിൽ പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ എറണാകുളം, കോഴിക്കോട്, കൊല്ലം ജില്ലകളിലും ഇതേ തരത്തിലാണ് ഈ പട്ടികയിലുള്ളത് എന്നുള്ളതാണ്. ഒപ്പം ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റെല്ലാ സ്കൂളുകളിലും നിരീക്ഷണം ഉണ്ടാകും. പക്ഷേ ഈ കേന്ദ്രങ്ങളിൽ, ഈ ഹോട്ട്സ്പോട്ടുകളായി കണക്കാക്കിയിട്ടുള്ള സ്കൂളുകളിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനം ഒരുക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ കുട്ടികളുടെ സഞ്ചാരം, കുട്ടികളുടെ സൗഹൃദം, അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് പലപ്പോഴും ഈ സ്കൂളിന് പുറത്ത് മറ്റാളുകളുടെ ഈ കടന്നുവരവ് ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ നിരീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന കർശനമാക്കുക എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് റേഞ്ച് അടിസ്ഥാനത്തിൽ സ്കൂളുകളുടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിലായിരിക്കും പരിശോധനകൾ കർശനമാക്കിക്കൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കുക. സുജയ. ഓക്കെ, സുനിഷായല്ലൂർ, ഇക്കാര്യത്തിൽ ലഹരിക്കെതിരായ പോരാട്ടം അത് രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും നാട്ടുകാരും എല്ലാവരും ചേർന്ന് നടപ്പാക്കേണ്ടതാണ്. അതിൽ മാധ്യമം എന്ന നിലയിൽ റിപ്പോർട്ടറിന്റെ പങ്കാളിത്തവും ഉണ്ടാകും.